ഇപ്പൊ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിലുള്ള പുരുഷന്മാരുടെ ലൈംഗികത വിറ്റിട്ടാണ് ഈ സ്ത്രീകൾ പല വീഡിയോസും ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരുമാനം കണ്ടെത്തുന്നതൊക്കെ. അതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ ആണുങ്ങളെ അങ്ങനെ കളിയാക്കുന്നത് ശരിയാണ്. അവര് തന്നെ അത് ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ കളിയാക്കാൻ നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. അവരത് ഉണ്ടാക്കി എടുക്കുന്നതാണ് സ്വന്തമായിട്ട്. അത് ഇല്ലെങ്കിലും അത് ഉണ്ടെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവര് കമന്റ് വഴി വന്ന് പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. എന്തിനാണ് പറയിപ്പിക്കണത്? ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണോടെ ഇതൊക്കെ? എന്താ അവസ്ഥയാണ്? ഒന്നും പറയാനില്ല. ഇപ്പൊ അയ്യോ, എനിക്ക് വരുന്ന ലൈവിലൊക്കെ ഞാൻ ഇരിക്കുമ്പോഴത്തേനുവേ എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാണ് വരുന്നതെന്ന് അറിയാം. അതും 18-19 വയസ്സുള്ള പിള്ളേരുകളാ വന്നിട്ട്. ഞാനിപ്പോ പറയുന്നില്ല ഞാൻ ക്യാമറ ചെയ്തോണ്ടിരിക്കുക, ചെയ്തു തരുമോ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ മാതിരി വൃത്തികെട്ട രീതിക്ക് കൊടുക്കുക അങ്ങോട്ട്. പിന്നെ അവന്മാര് പിന്നെ കാണത്തില്ല. അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞല്ലേ, നേരിട്ട് കാണുമ്പോ ഇത്രയും ഡീസന്റ് ആയ ആൾക്കാരുണ്ട്. എന്നെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് എന്റെ കൈയൊക്കെ ഇങ്ങനെ വിറച്ച ആൾക്കാരുണ്ട്. സത്യമായിട്ടും ഞാൻ തന്നെ നുണ പറയണേ. എന്നെ നേരിട്ട് കണ്ടിട്ട് ഇത്രയും സിമ്പിൾ ആണല്ലേ, ഇത്രയും പാവമാണല്ലേ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഈ പറയുന്ന ആൾക്കാരെ ഒരു പെൺകുട്ടി എന്നെ കണ്ടു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊരു നെഗറ്റീവ് ഇട്ടായിരുന്നു. ചേച്ചി കണ്ടു കഴിഞ്ഞിട്ട് ഇത്ര സിമ്പിൾ ആണ്, പാവമാണെന്ന് വിചാരിച്ചില്ല, പിന്നെ ലൈഫിലൊക്കെ ഇത്ര അനുഭവിച്ച ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് ഞാൻ പെണ്ണ എഴുതിയിട്ട കമന്റ് അപ്പം തിരുത്തിട്ട് എൻ്റെ കൂടെ സെൽഫി ആ പെണ്ണ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതാണ് നമ്മുടെ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസം. നമ്മുടെ റീലില് ഇപ്പൊ സിനിമ നമ്മൾ ചെയ്യുന്നു, സിനിമ നമ്മൾ പല ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അത്രയും കണ്ടാൽ മതി എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇവരിപ്പോഴത്തെ ആൾക്കാർ ഈ റീൽ ഇടുമ്പോണ്ടല്ലോ, കാലി പൊങ്ങിപ്പോയല്ലോ, ആ കാലെന്താ ഇങ്ങനെ പോയി, അതെന്താ ഇങ്ങനെ വളഞ്ഞു പോയി എന്നൊക്കെ ചോദിക്കും. അതൊരു റീലല്ലേ, ആ റീലിൽ ചിലപ്പം പോരായ്മകൾ ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവിലുള്ളത് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇപ്പൊ എല്ലാം തികഞ്ഞവരൊന്നുമല്ല. എന്നെ ഭയങ്കര ബോഡി ഷെയ്മിങ്, എൻ്റെ ഫേസ് കൊള്ളത്തില്ല, സൗണ്ട് തോമയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖക്കല്ലേ എനിക്ക് വരത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ എൻ്റെ അപ്പനും അമ്മയും ഇന്ന നാട്ടുപുറത്തുകാരായിട്ട് ഞാൻ ഐശ്വര്യയുടെ മുഖം പോലെ ഇരിക്കുന്നു വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? നടക്കൂല. എന്നാലും തളർന്നു പോയിട്ടുണ്ട് ഇങ്ങനത്തെ കമന്റ്സും? ഇതുവരെ ഞാൻ തളർന്നിട്ടില്ല. പിന്നെ ഫാമിലിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം വന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ചെയ്യുന്നതിന് എന്നെ പറയാ, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ തെറി ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സ്. അതിനകത്ത് എൻ്റെ ഫാമിലിയിൽ ഞാൻ വീഡിയോ പോലും ഉൾപ്പെടുത്താറില്ലാത്തൊരു ആഴ്ച ദിവസം ശനിയാഴ്ച മാത്രമേ ലൈവില് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെയും അമ്മയും കൊണ്ടുവരും. അങ്ങനെ ഞാൻ കാണിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ ഇവരെ കൊണ്ടുവരാറ് പോലും ഇല്ല. അപ്പൊ അവരെ പറയേണ്ട കാര്യമുണ്ടോ? എന്നെ പറയാ, ചേട്ടനെ പറയാ, പുള്ളിക്കാരെ ഞാൻ ഇടയ്ക്ക് കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളെ പറയും, ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച ആൾക്കാരല്ല. എൻ്റെ ആദ്യം കല്യാണം കഴിഞ്ഞത് എൻ്റെ രണ്ടാമത്തെ കെട്ടിയവനാണ്. അങ്ങനെയൊക്കെയുള്ള കമന്റ്സുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അമ്മായിമ്മ പോലെ അടക്കം ഞാൻ അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്കും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്ന ആൾ. അപ്പം എന്നോട് പോയി പറയും, നീ അവിടെ പോയി നോക്കി, ഇവരെ പോയി നോക്കി എന്നൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം നോക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇനി എന്നെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. ശരിയാ, എന്നെ എന്റെ ഇഷ്ടത്തിന് വിടുക, അത്രേ. അതാണ് ഇവിടെ പലർക്കും പറ്റാത്തൊരു കാര്യം. അത് മാത്രമല്ല, ചില ചേച്ചിമാരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരെ മാത്രം നമ്മൾ കുറ്റം പറയുന്നില്ലേ. ഒരു 40 വയസ്സ് കഴിഞ്ഞ് കുറച്ച് ചേച്ചിമാരുണ്ട്, കൊലസ്ത്രീ എന്ന് പറയും, കൊലസ്ത്രീ. അപ്പൊ ചേച്ചിമാരിങ്ങനെ എന്താ പറയാ, പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കുർബാനയൊക്കെ കൂടി അമ്പലത്തിൽ പോയി ദീപാരാധനയൊക്കെ തൊഴുത് വന്നിരിക്കുന്ന സമയത്ത് ചേച്ചിമാർക്ക് കുറച്ച് വിഷമം വരും. ഇവർക്ക് ചോദിക്കാനും പറയാനും ആരില്ല. ഒരു 50 കുറിയൊക്കെ കാണും നെറ്റില്, കഴുത്തെ കുറെ കൊന്തയൊക്കെ കാണും. അന്ന് പക്ഷെ കളിയാക്കുന്നല്ല കേട്ടോ, എനിക്ക് വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന ഈ ചേച്ചിമാർ എന്തിനാണ് ഈ വയസ്സനാം കാലത്ത് ഈ ഫേസ്ബുക്കിൽ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? ഇവർക്ക് വീട്ടിൽ കൊച്ചുമക്കളെ നോക്കി ഇരുന്നാ പോരെ. ശരിയാ അല്ലേ? നോട്ട് പോയിട്ട് ഞാൻ പറയൂ, ഉപദേശിക്കാനാണ് അവര് ജോലിയുടെ ഉപദേശമാണ്. അവര് കൊച്ചുമക്കളെ, വീട്ടിലുള്ള മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ നോക്കി മകനെയൊക്കെ നോക്കിയിരിക്കുക. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ കാണേണ്ട ഒരു ആവശ്യമില്ല. ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്ക.